ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ 517ാമത് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള മണർകാടിനടുത്തൊരു പ്രോപ്പർട്ടിയാണ്. മണർകാട് ടൗണിനോട് ചേർന്ന് തന്നെ, അല്ലെങ്കിൽ ടൗണിൽ തന്നെയുള്ളൊരു പ്രോപ്പർട്ടിയാണ് നമ്മളിത് കാണുവാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ, അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റിൻ്റെ യൂട്യൂബ് ചാനൽ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണിൽ ഞെക്കുക. നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിൽക്കുവാനും വാങ്ങുവാനും ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്മളിതാ നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ട് മുന്നിലായിട്ട് എത്തിയിരിക്കുകയാണ്. ഒരു മിനി ബംഗ്ലാവ് തന്നെയാണെന്ന് തന്നെ പറയാം. 40 സെൻറ്റിൽ 4200 സ്ക്വയർ ഫീറ്റിൽ 6 ബെഡ്റൂമുകളുള്ള ഒരു കിടിലൻ വീടാണ്. നമുക്ക് വീടിൻ്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങളിലേക്ക് കടക്കാം. നമുക്ക് ഇത് കുറച്ച് നാൾ മുമ്പ്, അല്ലെങ്കിൽ ഒരു പെയിൻ്റൊക്കെ അടിച്ച് നല്ല രീതിയിൽ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്ന ഒരു വീടാണ്. നമുക്ക് ഇതിൽ നിന്ന് കോട്ടയം ടൗണിലേക്ക് വെറും 6.5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഞാൻ പെട്ടെന്ന് തന്നെ കോട്ടയം ടൗൺ പറയാൻ കാരണം, ടൗണിൽ തന്നെ ഇരിക്കുന്ന വീടായതുകൊണ്ട് ഞാൻ നേരെ ഡയറക്റ്റ് കോട്ടയം എന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മളിപ്പോൾ കണ്ടതൊരു പട്ടിക്കൂടാണ്, അതും 2 നിലയുള്ള ഒരു പട്ടിക്കൂടാണ്. ഇതാണ് വീടിൻ്റെ മുറ്റം. ധാരാളം വണ്ടി പാർക്ക് ചെയ്യുവാനും അതുപോലെ തന്നെ മുറ്റത്തും മറ്റുമൊക്കെ ധാരാളം സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. കുറച്ച് ഭാഗം ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ആ മുൻവശം, ആ ഒരു സിറ്റ് ഔട്ടിനോട് ചേർന്ന് തന്നെയുള്ള ആ ഒരു ഏരിയ നമുക്ക്, ബാക്കിയുള്ള ഭാഗമെല്ലാം മെറ്റിൽ വിരിച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇവിടുന്ന് 4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പുതുപ്പള്ളി ജംഗ്ഷനിലോട്ടുള്ള ദൂരം. നമ്മുടെ വീടിൻ്റെ ആ ഒരു മുറ്റവും പരിസരവും, വീടിൻ്റെ മുന്നിലായിട്ടും ഒരു മാവും അതുപോലെ തന്നെ പേര എന്ന് വേണ്ട സകലമാനം ചെടികളും, റംബൂട്ടാൻ, ഇങ്ങനെയുള്ള മരങ്ങളും കായ്കളും, അതുപോലെ തന്നെ തെങ്ങുകൾ, 10-12 തെങ്ങൊക്കെ ഇഷ്ടം പോലെ ഇതിനകത്ത് തെങ്ങ് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ ആ ഒരു മുറ്റത്ത് ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ താമസമില്ലാതെ കിടക്കുന്നതുകൊണ്ടാവാം ഇതിൻ്റെ അവിടെയൊക്കെ ചെറിയ കാടുകളൊക്കെ പിടിച്ചത്, ഊഞ്ഞാലൊക്കെ, ആട്ടുതൊട്ടിലും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ആൾക്കാർ ഇത് വിൽക്കുവാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാവരും വിദേശത്തേക്ക് പോയതിനാലാണ്. നോക്കുവാനൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് അവർ വിൽക്കാനായിട്ട് ഇട്ടിരിക്കുന്നത്. അവർ ആഗ്രഹിക്കുന്ന ഒരു വില കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. വീടിൻ്റെ മുൻവശത്ത് തന്നെയാണ് നമുക്ക് വീടിൻ്റെ ബാക്കൊക്കെ വശമൊക്കെ ഒന്ന് കയറി കണ്ട്, നമുക്ക് ബാക്കിൽ കൂടെയൊക്കെ ഒന്ന് കറങ്ങി അടിച്ച്, നമ്മുടെ 40 സെൻറ്റാണല്ലോ, അപ്പോൾ ആ ഒരു ഏരിയ നമുക്കൊന്ന് ഫുള്ളായിട്ട് കണ്ടില്ലല്ലോ, ആ ഏരിയയൊക്കെ ഒന്ന് കണ്ട് കാണാം. അതിരുകളെല്ലാം നല്ല ഗേറ്റൊക്കെ വെച്ച്, ഫ്രണ്ട് ഗേറ്റൊക്കെ വെച്ച് അതിരുകളെല്ലാം തിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. വീടിൻ്റെ ആ മുകളിലത്തെ തട്ടിൽ ചെറിയൊരു ഔട്ട് ഹൗസ് പോലൊരു സ്ഥലമുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ കിണർ. ഇതവിടെ വണ്ടിയൊക്കെ കഴുകാനുള്ള, പണ്ടത്തെ കാലത്ത് വണ്ടിയൊക്കെ അടിയൊക്കെ വെച്ച് കഴുകാനുള്ള ഒരു സർവീസ് സെൻ്ററിലൊക്കെ ഉള്ള പോലത്തെ സംഭവമൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കിണർ. ധാരാളം വെള്ളം ലഭിക്കുന്ന കിണറാണ്. ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു 3/4 ഭാഗം കിണറാണ്. ഇപ്പോൾ മഴയുടെ കാലമാണല്ലോ, തോരാതെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. പുറയിലൊരു ഷെഡും കാര്യങ്ങളൊക്കെ കിച്ചണിനോട് ചേർന്ന് തന്നെയുണ്ട്. ഇവിടെയാണ് കിച്ചണും അരകല്ലും ഒക്കെ വരുന്നത്. ഇവിടെ ഒരു ചെറിയ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് കാണാൻ വരുമ്പോഴത്തേന് നമുക്ക് കാണാവുന്നതാണ്. ചെറിയൊരു ഔട്ട് ഹൗസും കാര്യങ്ങളും എല്ലാം ബാക്കിലും ഉണ്ട്. ഇവിടെ നമുക്ക് ബാക്കിൽ ഇത്രയും സ്പേസ് ലഭിക്കുന്നുണ്ട്. കണ്ടല്ലോ, വീടിൻ്റെ ആ പുറവശത്തെ ആ ഒരു ഇതൊക്കെ കാണാം. ഇവിടെ ഒരു ചെറിയ ഒരു പണ്ടത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ബാത്റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് വശത്തോടുള്ള പറമ്പ് അങ്ങേയറ്റം വരുന്നത് നോക്കി കാണാം. ചെറിയ മരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാം നിലനിൽക്കുന്ന വീടിൻ്റെ ആ ഒരു ബാക്ക് വശവും എല്ലാം നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഒരു കാലത്ത് നല്ല രാജപ്രൗഢിയോടെ ആൾക്കാരൊക്കെ തിങ്ങി പാർത്തുകൊണ്ടിരുന്നൊരു വീടാണ്. ഇപ്പം ആൾക്കാരൊക്കെ ഇങ്ങനെ മൂവ് ചെയ്ത് പലരും പല രാജ്യങ്ങളിലേക്കൊക്കെ ചേക്കേറി. നമുക്കിത് ഇവിടെ ചെടികളും ധാരാളം മരങ്ങളും ഒക്കെ നടാൻ ഉള്ളതും, അതുപോലെ തന്നെ വീടിൻ്റെ ഇരുവശത്തും ധാരാളം സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. വേണം വീടിൻ്റെ മുൻവശത്തൂടെ വന്നു കഴിഞ്ഞാൽ ബാക്കി കൂടെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ധാരാളം സ്പേസ് അവിടെ ലഭിക്കുന്നുണ്ട്. നമ്മൾ വീണ്ടും നമ്മുടെ വീടിൻ്റെ മുൻവശത്തായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. ആ ഇൻ്റർലോക്ക് ഇട്ട ഭാഗം, നമ്മൾ ടൈലൊക്കെ വിരിച്ച് നല്ല ഭാഗത്ത് എത്തിയിരിക്കുന്നു. നമുക്ക് നേരെ വീടിൻ്റെ ഉൾവശത്തേക്ക് പോകാം. വീടിൻ്റെ ആ ഒരു സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഗ്രാനൈറ്റൊക്കെ വിരിച്ച് മനോഹരമായ തൂണുകളൊക്കെ നൽകി ആ പ്രൗഢിയിൽ തന്നെ ആ വീടിൻ്റെ സിറ്റ് ഔട്ട് നിലകൊള്ളുന്നുണ്ട്. ജനാലകളൊക്കെ തന്നെ എല്ലാം ഈട്ടിത്തടിയിലും അതുപോലെ നല്ല തേക്കും തടിയിലും തീർത്താണ്. വീടിൻ്റെ ഉൾവശമാണ്. ഇതൊരു ഫോട്ടോഗ്രാഫിയാണ്.
നമുക്ക് വീടിൻ്റെ ആ ഒരു ഉൾവശത്ത് ആ സ്റ്റെയർ കേസും അതുപോലെ തന്നെ മുകളിലത്തെ ബാൽക്കണിയൊക്കെ കണ്ടല്ലോ, മുഴുവൻ ഫുൾ റൗണ്ടായിട്ടുള്ള മുകളിലത്തെ നില വരെ നമുക്ക് കാണാവുന്ന രീതിയിലുള്ള ആ ഒരു പണ്ടത്തെ സ്റ്റൈലാണ്. പണ്ടത്തെ ഒരു വീടിനൊരു 20 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് അതിൻ്റെ ഉടമ അറിയിച്ചത്. അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ ആ ഒരു പഴയത് നമുക്ക് ആ കിച്ചണും ആ കാര്യങ്ങളൊക്കെ ഒന്ന് കയറി കാണാം. നമുക്ക് ആദ്യം ഇവിടുത്തെ ബെഡ്റൂമുകളൊക്കെ ഒന്ന് കാണാം. കാരണം ബെഡ്റൂമിൻ്റെയൊക്കെ വലുപ്പം അസാമാന്യ വലുപ്പമുള്ളതാണ്. ഇതിന് ഈ ഒരു ബെഡ്റൂം കാണാം. ഇതിന് AC ഒക്കെ ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു റൂമിൽ ഫർണിച്ചറുകളൊന്നുമില്ല. ഇവിടെ നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ ഈ ഒരു ബെഡ്റൂം ഇതിന് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഈ റൂമുകളിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ മൊബൈൽ വെളിച്ചത്തിനാണ് തൽക്കാലം ഞാൻ കാണിക്കുന്നത്. ബാത്റൂമൊക്കെ ഒരു റൂമിൻ്റെ വലുപ്പമുള്ള ബാത്റൂമുകളാണ്. അത്രയും സ്പേസി ആയിട്ടുള്ള ബാത്റൂമുകളും കാര്യങ്ങളൊക്കെ. എന്താ ഞാൻ ലൈറ്റ് ഇട്ടുമ്പോൾ കാണിക്കാം. അവിടെ കർട്ടനൊക്കെ ഇട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന ബാത്ത് ടബും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതൊരു ഡ്രസ്സിങ് ഏരിയ നമുക്ക് അലമാരിയൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ബെഡ് സ്പേസ് അധികം നമുക്ക് നല്ല രാജകീയമായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് ആ ബെഡ്റൂമിൻ്റെ വലുപ്പം. എല്ലാം നല്ല നല്ല പണ്ടത്തെ ആ ഗുണനിലവാരത്തിൽ തന്നെ ചെയ്തിരിക്കുന്ന ഡോറുകളും അതുപോലെ തന്നെ എല്ലാ മെറ്റീരിയലും. ഇതൊരു ബെഡ്റൂമാണ്, പക്ഷെ അത് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതൊരു കോമൺ ബാത്റൂമാണ് നമ്മളിവിടെ നൽകിയിരിക്കുന്ന കോമൺ ബാത്റൂം. അതിനോടൊപ്പം ചേർന്ന് തന്നെ ഒരു ബെഡ്റൂമുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് മനസ്സിലായി 2 ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അടുത്ത് നമുക്ക് കിച്ചൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോകാം. ഈ ഡൈനിങ്ങിനോട് ഈ ഒരു ഏരിയ വന്നു കഴിയുമ്പോൾ എനിക്ക് ഇവിടെ കണ്ടപ്പോഴത്തേന് ഇവിടെ ഒരു ബെഡ്റൂമും ഒരു ഓപ്പൺ സ്പേസും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ആ ഫ്രണ്ടിലെ കാണുന്ന ആ ഒരു ഏരിയയാണ്. ഇവിടെ നമുക്ക് ഒരു ഹോള് പോലെ കാണാൻ കഴിയും. ഇവിടെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്ന ഡൈനിങ് ഏരിയയാണ് അത്. ഇത് നമ്മുടെ കിച്ചണാണ്. നല്ല വലുപ്പമുള്ളൊരു കിച്ചൺ. അവിടെയും നന്നായി തന്നെ കബോർഡുകളൊക്കെ ചെയ്ത് പണ്ടത്തെ പോലത്തെ രീതിയിലുള്ള കബോർഡുകളും എങ്കിലും എല്ലാം നല്ല പുതുമയോടുകൂടി തന്നെ നിലനിൽക്കുന്നത്. കിച്ചൻ്റെ എല്ലാ സ്റ്റൗകളും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മീൻ സേഫ് ഇരിപ്പുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ഇതാണ്. ഇവിടെ ഡോറ് കാണാം. വുഡൻ ഡോറാണ് നൽകിയത്. ഇതാണ് സെക്കൻഡ് കിച്ചൺ. ഇവിടെ നമുക്ക് ചിമ്മിനി അല്ലെങ്കിൽ ബാക്കി അടുപ്പുകളൊക്കെ വിറകടുപ്പുമൊക്കെ ഉള്ള ഒരു ഏരിയ ആയിരുന്നു. ഇവിടെ ഒരു സ്റ്റോർ റൂമും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റോർ റൂമും നൽകിയിട്ടുണ്ട്. നമുക്ക് ആ കിച്ചൻ്റെ വലുപ്പവും ഒക്കെ കണ്ടല്ലോ നിങ്ങൾ. അന്നത്തെ ആ ഒരു നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. മുകളിലത്തെ കബോർഡുകളും എല്ലാം തന്നെ നന്നായി തന്നെ ഇപ്പോഴും അത് നിലനിൽക്കുന്നത്. അന്നത്തെ ആ നിലവാരം അനുസരിച്ചുള്ള നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിപ്പോൾ ആ ഒരു പ്രൗഢിയിൽ തന്നെ അത് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ താഴത്തെ നിലയിൽ 2 ബെഡ്റൂം കണ്ടു. ഇപ്പോഴത്തെ ഒരു 3 താഴത്തെ നിലയിൽ 3 റൂമുകൾ നമ്മൾ കണ്ട് സ്റ്റെയർ കേസ് കയറി പോവുകയാണ്. ആ ഹാൻഡ് റെയിലൊക്കെ കണ്ടല്ലോ. നല്ല രീതിയിൽ തന്നെ ആ ഒരു തേക്കിൻ്റെ തടിയിലോ നല്ല രീതിയിൽ തന്നെ നല്ല ബലമാണ്. ഇപ്പോഴും ഇതിനെ ഒന്ന് അനങ്ങുന്നോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ ആ വീടിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴത്തെ ഒരു വ്യൂ. മുകളിലത്തെ നിലയിലെ ആ റൗണ്ട് കണ്ടല്ലോ. താഴത്തെ നിലയിലേക്ക് നമുക്ക് കാണുവാൻ കഴിയും. താഴെ ഏത് ഗസ്റ്റ് വന്നാലും എങ്ങനെ വന്നാലും നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ആ കാണുന്നതാണ് ബാൽക്കണിയിലോട്ടുള്ള ഡോറ്. അതിനൊക്കെ ഒത്തിരി ലോക്കുകളൊക്കെ ഉള്ളത് ഞാൻ ഒന്നും തുറന്നു നോക്കിയില്ല. ഇതൊരു ബാൽക്കണി, ഫ്രണ്ട് ബാൽക്കണിയിലോട്ട് ഇറങ്ങുന്നതാണ്. പിന്നെ സന്ധ്യ ആയി വരുന്നതുകൊണ്ട് ഒത്തിരി സമയം നമുക്കവിടെ ചിലവഴിക്കാൻ പറ്റാതെയും വന്നു. അപ്പോൾ നമുക്ക് ഇത് റൗണ്ട് അടിച്ച് ഞാനിങ്ങനെ വന്നതാണ്. ഇതൊരു വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഈ ഒരു ഏരിയ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഓക്കെ, അപ്പം ആ നടുക്ക് കൊടുത്തിരിക്കുന്ന ലൈറ്റ് നമ്മൾ കയറി വന്ന സ്റ്റെയർ കേസ്. ഇവിടെ നമുക്കിങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ബെഡ്റൂമും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെയുണ്ട്. നമുക്ക് അവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഇതും ഒരു ബെഡ്റൂമാണ്. ഇപ്പോൾ മുകളിലത്തെ നിലയിൽ നമ്മൾ 2 ഏരിയ കണ്ടു കഴിഞ്ഞു. ഇതൊരു കോമൺ ആയിട്ടുള്ള സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ലോക്കൊക്കെ ചെയ്തേക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അധികം പോയില്ല. കണ്ടല്ലോ, നല്ല രീതിയിൽ തന്നെ അവിടെ ഒരു ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതൊരു ബെഡ്റൂം. അപ്പം നമുക്കിപ്പം 3 ബെഡ്റൂം താഴെ 4ാമത്തെയും കണ്ടു. ഇവിടെ നമുക്ക് ആ സെയിം അതേപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു സ്പേസ് നമുക്ക് ഒരു ബെഡ്റൂമിന് ഇവിടെ നൽകിയിട്ടുണ്ട്. മുകളിലത്തെ നിലയിലെ താഴെ അടഞ്ഞു കിടക്കുന്ന അതേ പാറ്റേൺ റൂമാണ് ഇവിടെ മൂടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, നമുക്ക് അവിടെ അതിനും കോമൺ ബാത്റൂമാണ് നൽകിയിരിക്കുന്നത്. നല്ല വലുപ്പമുള്ള ബാത്റൂം ഇവിടെ ഇതേപോലെ തന്നെയാണ് താഴത്തെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു താഴത്തെ നിലയിൽ കണ്ട അതായത് ഇതാണ് നമ്മുടെ താഴത്തെ നിലയിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമായി കണ്ട മറ്റൊരു റൂം.
ഇതിനും അറ്റാച്ച്ഡായിട്ടുള്ള ബാത്റൂം നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വെളിച്ചത്തിൻ്റെ പ്രശ്നമാണ്, നിങ്ങൾ ക്ഷമിക്കുക. അതാ ഇവിടെ നമുക്ക് ആ ബാത്റൂമിൽ വലിപ്പം കാണാം, ബാത്ത് ടബും ഷവറും എല്ലാം നൽകി. ഇതൊക്കെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇത് പണിതെടുത്താൽ നമുക്ക് പഴയ ആ ഒരു പ്രൗഢിയിൽ തന്നെ നമുക്ക് അതിന് നിലനിർത്താൻ കഴിയും. അന്നത്തെ കാലത്ത് ഇഷ്ടികയും മണലും ഒക്കെ ഉപയോഗിച്ച് പണിത വീടാണ്. അപ്പോൾ നമ്മൾ മൊത്തത്തിലിപ്പം താഴെ 6 മുറി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതൊക്കെ താഴേക്ക് പോകാം. ഇനി ഇതിൻ്റെ ചില ബാൽക്കണിയും അതുപോലെ തന്നെ ബാക്കിലത്തെ ഓപ്പൺ സ്പേസ് ഇതൊന്നും നമ്മൾ കണ്ടു കഴിഞ്ഞില്ല. എങ്കിലും ഞാൻ ഏകദേശം നിങ്ങളെ കാണിച്ചു. ഇനി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ജെന്യൂനായിട്ട് ഞാൻ ഉറപ്പ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യുക, അല്ലാതെ വെറുതെ വന്ന് കണ്ടുപോയിട്ട് കാര്യമില്ല. വിലയൊക്കെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും, വലിയ രീതിയിലൊന്നും അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. ഇതിൻ്റെ വിലയും വിവരങ്ങളൊക്കെ ഞാൻ ക്യാപ്ഷനിലും തമ്പനയിലും കൊടുത്തിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ ക്യാപ്ഷനും തമ്പനയിലും ഒന്നും കണ്ടില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മറ്റു ഡീറ്റെയിലുകളും എല്ലാം ഞാൻ എടുത്തു തരാം. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി വെളിയിലേക്ക് നമുക്ക് ഇറങ്ങാം. ഇനി കൂടുതലായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയയെ പറ്റിയാണ്. മണർകാടിനെ പറ്റി ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, അത് കൂടുതലൊന്നും പറയുന്നില്ല. എങ്കിലും മൺറാട് പള്ളിയെപ്പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം 8 നോയമ്പ് പെരുന്നാളൊക്കെ വളരെ ആഘോഷപൂർവ്വം ആഘോഷിക്കുന്ന മണർകാട് പള്ളിയിലേക്ക് വെറും 500 മീറ്റർ അല്ല 600 മീറ്ററിൽ കൂടുതൽ ദൂരം വരുന്നില്ല. കോട്ടയം ടൗണിൻ്റെ ദൂരം പറഞ്ഞു. പുതുപ്പള്ളി, പാമ്പാടിയൊക്കെ മെയിൻ ടൗണുകളാണ്. അതുപോലെ പോലീസ് സ്റ്റേഷൻ, ആശുപത്രികളെല്ലാം തൊട്ടടുത്തായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിനി ചെയ്യാനുള്ളത് എന്താ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീട് വിൽക്കുവാനുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം. അടുത്തൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.